നമ്മുടെ നാട്ടിലൊരു പൂക്കിയ മുഖ്യമന്ത്രി വന്നു, അദ്ദേഹം ആദ്യമായിട്ട് ചിരിച്ചു എന്നൊക്കെ പറഞ്ഞ് 24 മണിക്കൂർ 48 മണിക്കൂർ തുടർച്ചയായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ വലിയ ആഘോഷമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയുടെ അണികളെ കണ്ടാൽ പോലും ചിരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് വെറും 60 ദിവസങ്ങൾ കൊണ്ട് മാറിപ്പോയി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതുമായിട്ട് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. കേരളത്തിനകത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്നതായിട്ടുള്ള ധാരാളം വിഷയങ്ങളുണ്ട്. ഈ 60 ദിവസത്തിനിടയിൽ ഇത്രയധികം യൂ ടേൺ എടുത്തിട്ടുള്ള ഒരു സർക്കാർ വേറെ ഉണ്ടായില്ല. ഞങ്ങൾ ഉന്നയിക്കുന്നത് തികച്ചും സംഘടനാപരവും രാഷ്ട്രീയമായിട്ടുള്ള നിയമങ്ങളുള്ള വിഷയത്തെ കുറിച്ചാണ് പറയുന്നത്. അതൊരു ചർച്ചാ വിഷയം തന്നെയാണ്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നമുക്ക് 3 നേരമാണ് കേരളത്തിൽ കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 3 എത്ര നേരം പോലും അറിയില്ല. അരമണിക്കൂറോ 20 മിനിറ്റോ എത്ര സമയമാണ്? എപ്പോഴാണ് ഒരു അറിയിപ്പ് കൊടുത്തൂടെ? തീർച്ചയായിട്ടും റെസ്പോൺസിബിൾ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ അതെ പാർട്ടിയുടെ താല്പര്യം, കേരളത്തിന്റെ താല്പര്യം, ഗവൺമെന്റിന്റെ താല്പര്യം ഇതൊക്കെ സംരക്ഷിച്ച് അഭിപ്രായം പറയേണ്ടതാണ്. പക്ഷേ ഈ ഡെമോക്രാറ്റിക് ആയിട്ട് ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട് സ്വകാര്യമായി മാത്രം പരാതി പറയണമെന്ന് പറഞ്ഞത്. അപ്പോൾ റെസ്പോൺസിബിൾ ജനാധിപത്യം ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പാർട്ടിക്കും കേരളത്തിലെ അർജന്റീനയുടെ ഫൈനൽ കളി കാണുമ്പോൾ കറണ്ട് പോയ എന്തായിരിക്കും ജിൻഡോന്റെ അവസ്ഥ? ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. അല്ല, ഞാൻ കറണ്ട് പോയി കഴിഞ്ഞാൽ എന്റെ മൊബൈലിൽ കളി കാണാനുള്ള സംവിധാനം എനിക്കുണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാനൊരു അർജന്റീന ഫാൻ തന്നെയാണ്. പക്ഷേ അതിന്റെ പേരിൽ കറണ്ട് പോകുന്നതിനെ ന്യായീകരിക്കുന്ന നിലപാട് എനിക്കില്ല. കറണ്ട് പോകുന്നതിനെ ന്യായീകരിക്കുന്ന നിലപാടില്ല. താങ്കൾ കുറെ നേരമായി ചോദിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ സൗജന്യ ബസ് യാത്ര നടപ്പാക്കിയത് നല്ലതല്ലേ? ആശാ വർക്കർമാർക്ക്, അംഗൻവാടി ടീച്ചർമാർക്കും ഓണറേറിയം വർദ്ധിപ്പിച്ചത് നല്ലതല്ലേ? ഓപ്പറേഷൻ തൂഫാൻ നല്ലതല്ലേ? 100-ൽ 100 മാർക്ക്. താങ്ക് യു. എന്നിട്ട് ഇനി കറണ്ട് കട്ടിനെ കുറിച്ച് പറയാം. കേരളത്തിൽ മുൻകാലത്തില്ലാത്ത അത്ര വലിയ മഴ ലഭ്യതയുടെ കുറവ് നമ്മൾക്ക് നോക്കുമ്പോൾ നമ്മുടെ പ്രദേശത്ത് മഴ പെയ്യുന്നുണ്ടെങ്കിലും ഡാമുള്ള പ്രദേശത്ത് മഴ പെയ്യുന്നില്ല. അത്തരം സാഹചര്യങ്ങളിൽ ഡാമുകളിൽ വെള്ളത്തിന് ദൗർബല്യം ഉണ്ടാകുന്നു. കറണ്ടിന്റെ വലിയ രീതിയിലുള്ള ഉപയോഗം വർദ്ധിക്കുന്നു. കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വൻതോതിൽ ഉപഭോഗം വർദ്ധിക്കുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വൈദ്യുതിയുടെ അപര്യാപ്തത ഉണ്ടാകും. പക്ഷേ അതിന്റെ പേരിൽ 60 ദിവസം മാത്രം കാലാവധി ആയിട്ടുള്ള പറഞ്ഞു ഞാൻ മൊബൈലിൽ അർജന്റീനയുടെ ഫൈനൽ കാണുന്നു. മൊബൈലിൽ ചാർജ് ഇല്ലെങ്കിലോ? ചാർജ് ചെയ്യാൻ കറണ്ട് വേണ്ടേ? അതവിടെ നിൽക്കട്ടെ, അതല്ലല്ലോ. അപ്പം എപ്പോഴാണ് കറണ്ട് പോകുക? അപ്പൊ നമുക്ക് മനസ്സിലായി എല്ലിനോ പ്രതിമാസം മഴ കിട്ടുന്നില്ല, എല്ലാ കാര്യങ്ങളും ഉണ്ട് ഒരു ഭാഗത്ത്. പക്ഷേ ഇത് എപ്പോഴാണ് കറണ്ട് പോവാന്ന് അറിയിച്ചൂടെ? അതൊരു മിനിമം കാര്യല്ലേ? അവള് പറയുന്നതിൽ ഒരു പോയിന്റ് ഉണ്ട്. ആ പറഞ്ഞ ന്യായം നമ്മൾ ഈ പറഞ്ഞ പോലെ എൽനിനോ പ്രതിഭാസം, പാരിസ്ഥിതിക പ്രശ്നം, ജലലഭ്യതയുടെ കുറവ്, കറണ്ടിന്റെ അമിത ഉപയോഗം ഇതെല്ലാം നിൽക്കുന്നുണ്ട് എന്ന് ആദ്യം സമ്മതിക്കണം. ആദ്യം സമ്മതിച്ചിട്ട് വേണം കറണ്ട് കിട്ടുന്നില്ല, കറണ്ട് കട്ടായി പോകുന്നു എന്ന് പറയാം. അങ്ങനെ വരുമ്പോൾ കൃത്യമായിട്ട് അറിയിപ്പോടുകൂടി കട്ട് ചെയ്യുന്നതാണ് യഥാർത്ഥ നല്ല രീതി എന്ന് ഞാൻ വിചാരിക്കുന്നു.